വയനാട് DCC ട്രഷറിയുടെ ആത്മഹത്യയിൽ അന്വേഷണം ഊർജിതമാവുകയാണ്. NM വിജയന്റെ ഫോണും പണമിടപാടുകളും പരിശോധിക്കുകയാണ് പോലീസ്. ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരികയാണ്. കോളിയാടി താമരച്ചാലിൽ ഐസക് നമ്മളോടൊപ്പം അതിഥിയായിരുന്നു. ഇന്നലെ ഐസക് താമരച്ചാലിൽ മകന് നിയമനത്തിനായി പണം നൽകിയെന്ന വാർത്ത പുറത്തുവിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇത്തരത്തിൽ പണം നൽകിയ മനുഷ്യർക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാളാണ് ഐസക് താമരച്ചാലിൽ. ഐസക് താമരച്ചാലിൽ 3 തവണയായിട്ടോ മറ്റോ ആണ് ഈ പണം കൊടുത്തത്. നമ്മളോടൊപ്പം നേരിട്ട് ചേരുന്നുണ്ട് ഐസക് താമരച്ചാലിൽ. ഐസക്, നമസ്കാരം ഐസക്, വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ശ്രീ ഐസക്, അങ്ങ് ഒരു കോൺഗ്രസ് കുടുംബത്തിലുള്ള ആളാണോ? കോൺഗ്രസ് ആണോ അങ്ങയുടെ രാഷ്ട്രീയം? രാഷ്ട്രീയം കോൺഗ്രസ് തന്നെയായിരുന്നു. ഇതുവരെ അങ്ങനെയാണ്. ചെറുപ്പം നാളിലുമുള്ള കോൺഗ്രസ് തന്നെയായിരുന്നു. ഓക്കെ. കർഷകനാണോ അങ്ങ്? കോൺഗ്രസ് കുടുംബമാണ്. കൃഷി മാത്രം നമ്മുടെ തൊഴിലുള്ളൂ. വേറെ പണിയൊന്നും എനിക്കില്ല, അറിയില്ല. എത്ര മക്കളാണ് ഉള്ളത് ശ്രീ ഐസക്? 2 പേര്. അതിൽ മൂത്തയാളുടെ ജോലിക്ക് വേണ്ടിയാണോ ഈ പൈസ കൊടുത്തത്? മൂത്ത മോന് വേണ്ടിയിട്ടാണ് ഈ പൈസ കൊടുത്തത്. ഈ ആർക്കാണ് ഈ പൈസ കൊടുത്തത്? ആര് പറഞ്ഞിട്ടാണ് കൊടുത്തത്? ഈ വിവരം എങ്ങനെയാണ് ശ്രീ ഐസക് അങ്ങ് അറിഞ്ഞത്? അത് നമ്മുടെ മോൻ പഠിത്തമൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രേമൻ എന്ന് പറഞ്ഞ ആൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മെമ്പറായിരുന്നു. അങ്ങനെ ഈ പ്രേമനാണ് എന്നെ സമീപിക്കുന്നത് ആദ്യമായിട്ട്. പ്രേമൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ മോന് ഇങ്ങനെ ഒരു ജോലി കിട്ടും, ഇങ്ങനെ അതിന് 40,000 രൂപ സ്റ്റാർട്ടിങ് ശമ്പളം കിട്ടും, 2 വർഷം കഴിഞ്ഞാൽ 60,000 രൂപ ശമ്പളമാവും. അപ്പോൾ നിങ്ങളതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രമുള്ളൂ, ചെറിയൊരു പൈസ മുടക്കണം, ഒരു 12 ലക്ഷം രൂപ നിങ്ങൾ മുടക്കണം, എങ്കിൽ നിങ്ങൾക്ക് ജോലി സ്ഥിരമായിട്ട് കിട്ടും. അത് സെൻട്രൽ ബാങ്കിലായിരിക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. സെൻട്രൽ ബാങ്കിലോ? അങ്ങനെയാണ്. അതിന് അഡ്വാൻസ് ആയിട്ട് 4 ലക്ഷം രൂപ വേണം. എന്തോ ഏത് ബാങ്കിൽ? എന്തോ സെൻട്രൽ ബാങ്കിൽ. ഓ, അതായത് സെൻട്രൽ ബാങ്കിൽ. സെൻട്രൽ ബാങ്കിൽ, അതായത് ഈ സഹകരണ ബാങ്കിൽ തന്നെയല്ലേ? അവിടെയാണ് നിയമനം കിട്ടുന്നത്. സഹകരണ അല്ല, സെൻട്രൽ ബാങ്ക്. തുടക്കം ഞാൻ പറഞ്ഞു വരുന്നത് തുടക്കത്തിൻ്റെ കാര്യമാണ്. തുടക്കത്തിൽ സെൻട്രൽ ബാങ്ക് ജോലി നൽകാൻ പറഞ്ഞ് പിന്നെ ഈ സെൻട്രൽ ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് ആദ്യം സമീപിക്കുന്നത് അല്ലേ? ആദ്യം സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞല്ല സമീപിക്കുന്നത്. സെൻട്രൽ ബാങ്കിൽ ജോലി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ആദ്യം സമീപിക്കുന്നു പ്രേമൻ എന്ന് പറയുന്ന കോൺഗ്രസിലെ വാർഡ് മെമ്പർ. വാർഡ് അദ്ദേഹം എന്നോട് പറഞ്ഞിങ്ങനെയാണ് അവിടെ ജോലി ക്ലർക്ക് പോസ്റ്റാണ്, ഡയറക്റ്റ് ക്ലർക്കായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് ആ ട്രാക്കിലാണ് ഞാൻ വീണത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അഡ്വാൻസ് ആയിട്ട് 4 ലക്ഷം രൂപ വേണം, ദിസ് ഡേറ്റ് വന്നു. ആ ഡേറ്റിനുണ്ട് 4 ലക്ഷം കൊടുത്തു. അത് ആർക്കാ കൊടുത്തത്? പ്രേമന്റെ കയ്യിലാണോ കൊടുത്തത്? നമ്മുടെ ഈ വിജയന്റെ കയ്യിലാണോ കൊടുത്തത്? പൈസ കൊടുക്കുന്നൊക്കെ പ്രേമന്റെ CT ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുണ്ട്, മണ്ഡലം പ്രസിഡന്റാ. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന്റെയും ഈ പ്രേമന്റെയും കയ്യിൽ 4 ലക്ഷം രൂപ കൊടുത്തു. സെൻട്രൽ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്താണ് അങ്ങയെ സമീപിച്ചത്. കൊടുത്തു. അതെ, അത് കൊടുക്കാൻ കാരണം വെച്ചാൽ ഇവർക്ക് എന്താ, ഈ സെൻട്രൽ ബാങ്കിൽ ജോലി റെഡിയാക്കി തരുന്ന ആള് മഞ്ചേരിയിലുള്ള ഒരു റഷീദ് എന്ന് പറഞ്ഞ ആളാണ്. എന്തെങ്കിലും പേര് വ്യത്യാസം കൊണ്ട് എനിക്ക് ക്ഷമിക്കണം, കാരണം 10-15 കൊല്ലായതാണ് ഇത് ഈ സംഭവം നടക്കുന്നത്. എന്നാണ് ശ്രീ റഷീദ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തോ ഈ പൈസ ചോദിക്കുന്നതും പൈസ കൊടുക്കുന്നതും ഒക്കെ ഏത് കാലഘട്ടത്തിലാണ്? 2013 ആദ്യം കൊടുക്കുന്നത്. എന്നിട്ട് സെൻട്രൽ ബാങ്കിൽ കിട്ടിയില്ല. 2013 4 ലക്ഷം കൊടുക്കുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? കിട്ടിയില്ല. അല്ല, അങ്ങനെയല്ല. അപ്പോൾ 12 ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ ഡീൽ ചെയ്തത്, ഉറപ്പിച്ചത്. അപ്പം നമ്മൾ 12 ലക്ഷം രൂപ കൊടുക്കുകയാണ് 2014 8ഉം 4ഉം 12 8 ലക്ഷം കൂടി കൊണ്ടു കൊടുക്കുകയാണ് ഈ CT ചന്ദ്രൻ്റെ കയ്യിൽ. അപ്പോൾ ആ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഇവരെ വലിയ കോണ്ടാക്ട് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ NM വിജയനായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ പോയി NM വിജയനോട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് സ്ഥിതി, കാര്യമുണ്ട്. ഐസക്ക് കൊടുത്തോ? പ്രശ്നമല്ല, ഞാൻ അറിയുന്ന ആളാണ്, ഞാൻ കൊടുത്തതാണ്. ഈ മഞ്ചേരിയിലുള്ള മഞ്ചേരിയിലുള്ള റഷീദോ എന്നാണ് തോന്നുന്നു, അതിൽ കേന്ദ്രത്തിൽ എന്തോ പിടുത്തമുള്ള ഒരാളാണ്
MP ആണോ MLA ആണോ. അതായത് അന്ന് UPA സർക്കാർ, മൻമോഹൻ സിംഗ് സർക്കാർ കേന്ദ്രത്തിലുള്ളപ്പോഴാണ് ഈ നിയമനം നടത്താമെന്ന പേരിൽ മണ്ഡലം പ്രസിഡന്റായ ഈ ചന്ദ്രനും ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ കക്ഷിയും പ്രേമനും കൂടി സമീപിച്ച് 12 ലക്ഷം രൂപ വാങ്ങുന്നത്. എന്നിട്ട് ഈ പൈസ കൊടുത്തിട്ട് നിയമനം കിട്ടുന്നില്ല. 2014 കഴിഞ്ഞു. അപ്പോഴേക്കും സർക്കാർ മാറി. ഇങ്ങനെ തുടർന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പറയുന്നത് സർക്കാർ മാറി, അതുകൊണ്ട് ജോലി കിട്ടൂലെന്ന്, ഈ ബാങ്കിൽ ജോലി കിട്ടൂലെന്ന്. സർക്കാർ മാക്കി BJP വന്ന കാരണം നിങ്ങൾക്കിനി സെൻട്രൽ ബാങ്കിൽ ജോലി കിട്ടൂല, അതുകൊണ്ടാണ് വഴുകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ പൈസ തിരിച്ച് വെച്ചിടണം, ആക്കിയ പ്രശ്നമൊന്നുമല്ലോ. ഇല്ല, അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇവിടെ വേറെ നല്ല, ഞങ്ങൾക്കിവിടെ ബാങ്ക് ഉണ്ടല്ലോ, അർബൻ ബാങ്കിൽ തരും, അർബൻ ബാങ്കിലേക്ക് ജോലി തരും. അപ്പോൾ സെൻട്രൽ ബാങ്ക് മാറി, ഇനി നമുക്ക് അർബൻ ബാങ്കിൽ എന്തായാലും കോൺഗ്രസിന് അധികാരമുണ്ട്, നമുക്ക് അർബൻ ബാങ്കിൽ ജോലി വേണമെങ്കിൽ നോക്കാമെന്ന് പറയുന്നത് ആരാണ്? വിജയനാണോ പറയുന്നത്, വിജയനാണോ പറയുന്നത്, ചന്ദ്രനാണോ പറയുന്നത്? 3 പേര് ഒരേപോലെ പറയും. CT ചന്ദ്രനും പ്രേമനും വിജയനും കൂടെ 3 പേരും ഞാൻ കണ്ടുകൊണ്ടേയിരിക്കും. ഈ 3 പേരും പറയും ഒരേപോലെ തന്നെ ഈ അർബൻ ബാങ്ക് നമ്മുടെ ബാങ്കാണ്, നമ്മളിന്ന് പോകില്ല, നിങ്ങൾക്ക് അവിടെ. അപ്പോൾ ഈ വിജയൻ അത് പറയുന്ന സമയത്ത് പാർട്ടിയുടെ പിന്തുണയുണ്ട് അവർക്ക് എന്നത് താങ്കൾക്ക് മനസ്സിലായിരുന്നോ? അങ്ങനെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കൊടുത്തിട്ടുണ്ടാവുക, ഒരു വ്യക്തിക്ക് കൊടുക്കാൻ സാധ്യതയില്ലല്ലോ. അല്ല, അങ്ങനെ അറിയാം, ഇയാൾ പാർട്ടി മെമ്പറാണ്. പിന്നെ NM വിജയൻ എന്നോട് കൂടെ കൊടുക്കുമ്പോൾ ഞാൻ ട്രഷററാണ്, DCCയുടെ ട്രഷറാണ്. DCC അറിയാണ്ട് അർബൻ ബാങ്കിൽ നിയമനം നടക്കാൻ പാടില്ല, നടക്കട്ടുമില്ല, നടക്കുകയില്ല. അത് പറയുന്ന മുഴുവൻ ഇവർ 3 പേരുമാണ്. ആര്? CT ചന്ദ്രനും പ്രേമനും NM വിജയനും 3 പേര് കൂടിയാണ് പറയുന്നതൊക്കെ എല്ലാ കാര്യങ്ങളും. കൂടെ 3 പേരും തുടർന്നിട്ട് കാണും. മനസ്സിലായി. അപ്പോൾ 3 പേരും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ ശേഷമാണ് 2016 ഒരു ഇൻ്റർവ്യൂ വരുന്നത് ഈ അർബൻ ബാങ്കിൽ വെത്തലിൽ. അപ്പോൾ അതിൽ എന്നോട് അപേക്ഷ കൊടുത്തു, ഇൻ്റർവ്യൂവിന് വിളിച്ചു, എക്സാം എഴുതി. അത് കഴിഞ്ഞിട്ടും കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവർ തുടർന്ന് ചോദിച്ചു എന്താണ് കാരണം, കിട്ടാത്തത് എന്താണ് പ്രശ്നം, നിങ്ങൾ പറഞ്ഞല്ലോ, വാക്ക് പറഞ്ഞല്ലോ പറഞ്ഞു, ഒറ്റ കാര്യം. അപ്പോൾ അവരെന്നോട് കാരണം പറഞ്ഞത് ഇവന് ക്വാളിഫിക്കേഷൻ കൂടുതല. അന്ന് പിയൂൺ ടെസ്റ്റ് ആയത്, പിയൂൺ ടെസ്റ്റ് ആയതുകൊണ്ട് ഇവന് ഈ യോഗ്യതയിൽ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയാണ് റിജക്റ്റ് ചെയ്തതെന്നാണ് ഈ CT ചന്ദ്രൻ പ്രേമൻ എൻ്റെ വിജയൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കേസ് ഇട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, തുടരെ അടുത്ത് തന്നെ വരുന്നു ക്ലർക്ക് പോസ്റ്റിലേക്കുള്ള ഒഴിവ്, അപ്പോൾ നിങ്ങൾ അതിൽ പരിഗണിക്കും. അപ്പോഴും പൈസ തിരിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഈ 12 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത്. പല അവധി എന്തോ കൊടുത്തിരിക്കുന്നു. അപ്പോഴും ഈ പ്രശ്നം തീരുന്നില്ല, ഇങ്ങനെ ഒച്ചപ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 18 ഒരു ദിവസം ഇങ്ങനെ അവിടെ ചെറിയൊരു ഒച്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു സംസാര വിഷയം ഇതായി. ഇവരുടെ ഈ CT ചന്ദ്രൻ്റെ ഓഫീസിൻ്റെ വരത്തിൽ, ഈ ഓഫീസിൻ്റെ താഴത്ത് ഇവർ 3 പേരും ഒന്ന് ചൂടുന്ന സ്ഥലമാണ്. അന്ന് അതുവരെ വിജയം നേരിട്ട് കൂടുതലാണ്, പുറത്തുനിന്നേ പറയുള്ളൂ. അന്നത്തെ ദിവസം വിജയം വന്നിട്ട് പറഞ്ഞു, ഐസക്ക് നമുക്ക് പ്രശ്നം പരിഹരിക്കാം, നമ്മളിങ്ങനെ കലഹിച്ചിട്ടോ ടൗണിൽ കുറച്ച് വെച്ചിട്ടേ കാര്യമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പരിഹരിക്കാം, ഞാൻ പരിഹരിച്ചു തരാം. DCC ആയിട്ട് സംസാരിച്ചിരുന്നു, അവർ എന്നെ അതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ദിവസം NM വിജയൻ പറഞ്ഞാണ്, NM വിജയൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇന്ന ദിവസം നമ്മുടെ വീട്ടിലിരുന്ന് അറിയാണ്ട് വല്ല പ്രശ്നങ്ങളും ഇല്ലാണ്ട് രീതിയിൽ സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ തൊട്ട് കുറേ നേരം 2-3 മണിക്കൂറൊക്കെ സംസാരിച്ചു. പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കാരണം ഇവർ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്, അർബൻ ബാങ്കിൽ ഒരു നിയമനം കിട്ടണം, ഈ നിങ്ങൾ 12 ലക്ഷം കൊടുത്താൽ കിട്ടൂല. കാരണം 12 ലക്ഷം രൂപയ്ക്ക് അവരാരും കൊടുക്കാനും പറ്റില്ല. അവിടെ 25 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെയാണ് മേടിക്കുന്നത്. അതിൽ കുറഞ്ഞ ആരും കൊടുക്കില്ല, കിട്ടില്ല. നീ 12 പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടൂല, അങ്ങനെയാണ് അവിടെ നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾ ബാക്കി പൈസ കൂടി കൊടുക്കണം, അതാണ് ഞങ്ങളുടെ തീരുമാനം. അതിനാണ് എന്നെ ചുമതലപ്പെടുന്നത്. അത് പറയുന്നത് NM വിജയൻ വീട്ടിൽ വെച്ചാണ് താങ്കളോട് പറയുന്നത്. DCCയുടെ അറിവോട് കൂടിയാണ് ഇടപാടെന്ന് താങ്കളെ NM വിജയൻ ബോധ്യപ്പെടുത്തി. അത് 3 പേരും ഒരേപോലെ പറയുന്നു. 3 പേരുണ്ട്, അന്നേരം ഉണ്ട്, 3 പേരുണ്ട്. അതിന് ശേഷമാണ് അവർ പറഞ്ഞ ഡേറ്റ് പ്രകാരം ഞാൻ പറഞ്ഞു, അത് ഇവർ ഇത്രയും പൈസ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ഈ കിട്ടുന്ന തുച്ഛമായ വരുമാനം ഈ വയറ് ഞെക്കി പിടിച്ചിട്ടുള്ള
അയാൾ കൃഷിക്കാരൻ്റെ അവസ്ഥ സാറിന് മനസ്സിലാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രയും ത്യാഗം സഹിച്ചിട്ടുള്ള ജീവിതമാണ് കൃഷിക്കാരന്. അതിൽ നെക്കിപ്പിടിച്ചുണ്ടാക്കുന്ന ഒരു പൈസ. അപ്പം ഞാൻ പറഞ്ഞു 1 ലക്ഷമൊക്കെ ഞാൻ കൊടുക്കാം, അത് കൂടുതൽ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. സമ്മതിച്ചില്ല അവർ വീണ്ടും അവർ ഫോണിൽ തന്നെ സംസാരങ്ങളും ചർച്ചകളും ആക്കിയിട്ട് നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 1 ലക്ഷമായി. ഞാൻ പറഞ്ഞു പിന്നെ 2 നടക്കില്ല, സമ്മതിക്കില്ല. പിന്നെ അവരുടെ തീരുമാനം പ്രകാരം അവരെല്ലാവരും മുകളിൽ നിന്ന് അങ്ങനെ ഫോണിൽ ആരെയും സംസാരിക്കുന്നത് എനിക്കറിയില്ലല്ലോ. അവരും സ്വരം ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. IC ബാലകൃഷ്ണനോ മറ്റോ ആയിരുന്നു തോന്നുന്നു അല്ലേ? ആ സമയത്ത് IC ബാലകൃഷ്ണൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, DCC പ്രസിഡന്റ് ഇടപെട്ടിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയാൻ കാരണം വെച്ചാൽ അവരൊന്നും നേരിട്ട് വരില്ലല്ലോ. എല്ലാം ഈ NM വിജയനോ നേരിട്ട് വന്നിട്ട് ചന്ദ്രനോ അതല്ലെങ്കിൽ പ്രേമനോ ആയിരിക്കും. ഇവരെപ്പോഴും പറയണു അത് പറഞ്ഞ DCC തീരുമാനമാണ്. IC ബാലകൃഷ്ണനൊക്കെ അറിയാം എന്ന് പറയുന്നുണ്ടോ ആ ഘട്ടത്തിൽ? അത് പറയുന്നുണ്ട്, കൂടെ പറയും. അതുവരെ എല്ലാവരും പറയുന്നുണ്ട്. അവർ 3 പേരും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരാളല്ലേ പോയുള്ളൂ, 2 പേരുണ്ടല്ലോ. അവർക്ക് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായി. അങ്ങനെ അവരുടെ തീരുമാനപ്രകാരമാണ് ഞങ്ങൾ 17 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ചു. കാരണം എനിക്ക് 17 തരാൻ കാരണം ഞാൻ ഇത്രയും മുമ്പ് പൈസ കൊടുത്തു, ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടും ഇത്രയും കാലതാമസം തന്നെ ആയതുകൊണ്ടാണ് ഈ കൺസെഷനോടുകൂടി ഇവർ ഒരു ധാരണയിലെത്തിയത് 17 ലക്ഷം രൂപ. അതായത് 5 ലക്ഷം രൂപയും കൂടെ കൊടുത്തു, 17 ലക്ഷം രൂപയായി. എന്നിട്ടും ജോലി കിട്ടിയില്ല. പിന്നീട് 3 ഘട്ടങ്ങളിലായിട്ട് 8,60,000 രൂപ തിരിച്ചു കിട്ടി. അതെന്താ വെച്ചാൽ പറയാനല്ല, അത് കിട്ടാൻ കാരണം 2020 വീണ്ടും ഒരു നിയമനം ഒഴിവ് വന്നു. അതിൽ അപേക്ഷ കൊടുത്തു, എക്സാം എഴുതി, അതിലും കിട്ടിയില്ല. അപ്പോഴാണ് ആ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവരുടെ ഈ കോൺഗ്രസ് ഗ്രൂപ്പുകളൊക്കെ പ്രശ്നങ്ങളൊക്കെ തമ്മിൽ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ഇവർ തമ്മിൽ വലിയ വിഷയങ്ങളായി. അതെ, പാർട്ടി തന്നെ. അങ്ങനെ ആ നിയമനം തന്നെ റദ്ദാക്കി, ആർക്കും കൊടുക്കണ്ടെന്ന് ഉള്ള തീരുമാനത്തിലാണ് ഇവരെന്നോട് പറഞ്ഞത്. അങ്ങനെ ആ നിയമനം ആർക്കും കൊടുത്തില്ല. ആ തീരുമാനം പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ രണ്ടാമതും ജോലി കിട്ടാതെ വന്നപ്പോൾ അതോടുകൂടി ആ ഭരണം പോയി. ഈ താങ്കൾ പരാതി കൊടുത്തോ മുതിർന്ന നേതാക്കൾക്കോ DCCക്കോ ആർക്കെങ്കിലും? അവിടെ മുതിർന്ന നേതാക്കൾ കൊടുത്തിട്ടില്ല. താഴെ കിടക്കുന്ന ഞങ്ങളുടെ സമന്മാരായ ആളുകൾക്കൊക്കെ ഏകദേശം ബത്തേരിയ സമയത്തിനും വയനാട് സമയത്തിലും ഏകദേശം എല്ലാവർക്കും അറിയാം. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, മിക്കവാറും പേരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരാരും പിന്നീട് കൊടുത്തത് സിദ്ദീഖിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. സിദ്ദീഖിന് ഒരു പരാതി കൊടുത്തു, അത് അറിയിക്കാം, വിളിക്കാം എന്ന കൊടുത്തു. അത് കുറച്ചായുള്ളൂ കേട്ടോ. കുറച്ച് നല്ലൊരു 5-6 മാസമൊക്കെ ഈ ഇലക്ഷനില്ല, അതിന് മുമ്പത്തെ ഇലക്ഷൻ്റെ മുമ്പാണ് കൊടുത്തിരിക്കുന്നത്. കൊടുത്തിട്ട് ഓഫീസ് സ്റ്റാഫല്ലേ കാണുള്ളൂ, നമുക്കൊരിക്കലും നേരിട്ട് ഇവരോടൊന്നും സംസാരിക്കാൻ കിട്ടില്ല, ഗ്രൂപ്പ് ഒന്നിച്ചല്ലേ കാണുള്ളൂ. അതുകൊണ്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു, എഴുതി കൊടുത്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു, വിളിച്ചില്ല. പരാതി പരിഹരിക്കാമെന്ന് പറഞ്ഞു, ഞാൻ വിളിച്ചു ചോദിക്കാമെന്ന് പറഞ്ഞു, ഒന്നും നടന്നില്ല, മറുപടിയും തന്നില്ല. ഇതിൽ IC ബാലകൃഷ്ണൻ പോയി ഞാൻ കാണാൻ പറ്റിയിട്ടില്ല. വിവരങ്ങൾ ഇവരോട് നേരിട്ട് ആരോടും പറഞ്ഞിട്ടുമില്ല. IC ബാലകൃഷ്ണനെ മറ്റോ നേരിട്ട് കാണാൻ ശ്രമിച്ചിരുന്നോ ഈ പണം കിട്ടാതെ വന്നപ്പോൾ? ശ്രമിച്ചു, കാണാൻ പറ്റിയിട്ടില്ല. ശ്രമിച്ചു, നേരിട്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ പീറ്റർ മാസ്റ്ററുടെ ഒരു എഗ്രിമെന്റ് ആണ് ഞങ്ങൾ പുറത്തുവിട്ടത്. അതിനകത്ത് 30 ലക്ഷം മറ്റോ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇടപാടുകൾ NM വിജയൻ നടത്തിയതായിട്ട് DCCയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ DCCയുടെ പേരിൽ DCCയുടെ അറിവോടുകൂടി ഇങ്ങനെ പണം വാങ്ങിയതായിട്ട് താങ്കൾക്ക് അറിയാമോ ഐസക് ചാലിൽ? അത് അങ്ങനെ തുറന്നു പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ കൊടുത്തയാൾക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ വെറുതെ പരാതി? പക്ഷെ താങ്കൾക്കറിയാം ആരാൻ്റെ കാര്യത്തിൽ നമ്മുടെ കാര്യമല്ലേ നോക്കുന്നത്. അല്ല, അങ്ങനെയാണ്. അതിനെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതായത് താങ്കൾ പറയുന്നില്ലെങ്കിൽ എനിക്ക് അറിയേണ്ടത് താങ്കൾക്ക് ഇത് അറിയാം. ഇതേപോലെ മറ്റുള്ള ആളുകളും പൈസ കൊടുത്തതായിട്ട് താങ്കൾക്ക് അറിയാമോ ഇല്ലയോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അത് ആര് കൊടുത്തു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ പറയാൻ കാരണം ഈ CT ചന്ദ്രൻ എന്നോട് പറഞ്ഞു, ഞാൻ 36ാമത്തെ ആളുടെ അന്ന് നിലവിൽ കൊടുക്കുന്ന ലിസ്റ്റ് കാണിച്ചു തന്നു. CT ചന്ദ്രൻ്റെ ഓഫീസിൽ നിന്ന് ഒരു 36 പേരുടെ ലിസ്റ്റ് എനിക്ക് കാണിച്ചു. ഈ ചന്ദ്രനെതിരെയും നടപടിയില്ല,
പ്രേമനെതിരെ ഇപ്പൊ ഈ പ്രേമനും ചന്ദ്രനും ഈ പാർട്ടി തന്നെ ഉണ്ടോ? അവരൊക്കെ എന്തെങ്കിലും ഭാരവാഹികളാണോ ഐസക്? അവരൊക്കെ പാർട്ടിയിലുണ്ട് ഇപ്പോഴും. ഇനി എത്ര രൂപ കിട്ടാനുണ്ട് ശ്രീ ഐസക്കിന്? എന്നെ വിജയൻ വോയിസ് അടിച്ച് എനിക്ക് 8,40,000 രൂപ കിട്ടാനുണ്ട്. ആ കൊടുത്ത പ്രകാരം എനിക്ക് കിട്ടാനുണ്ട്. ഈ എൻ.എം. വിജയനും മകനും ആത്മഹത്യ ചെയ്തത് ഒരുപക്ഷേ ഈ സമ്മർദ്ദം കാരണമാകാമെന്നാണോ താങ്കളുടെ അഭിപ്രായം? അതും ഭാഗമായിരിക്കുമല്ലോ. ഇവരൊക്കെ കൂടിയാണ് ആശുപത്രി കൊണ്ടുപോയത്. പ്രേമനും ചന്ദ്രനും കൂടി അന്ന് തന്നെ ആശുപത്രിയിൽ കോഴിക്കോടൊക്കെ പോയിരുന്നു. അവിടെ തന്നെ ഉണ്ട്, ഞാൻ വിളിക്കുക ഓരോടെ ഉണ്ട്. അപ്പോഴും ഞാൻ ചോദിച്ചു, അന്നം ഭോജനം പോയ പോട്ടെ, എൻ്റെ പൈസൻ്റെ കാര്യം എന്താ? എനിക്ക് ഓരോ നോക്കണമല്ലോ. അയാൾ കണ്ടവൻ്റെ പൈസ ഞങ്ങൾ തന്നെ പാവപ്പെട്ടവൻ്റെ പൈസ മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ കാര്യത്തിന് തരും. അപ്പോൾ ഇവർ പറഞ്ഞു അത് തീരുമാനമാക്കി തരാമെന്ന്. അന്നും പറഞ്ഞു, മരിച്ച അന്നും പറഞ്ഞു. അല്ല, പോയസിനടിച്ച് അന്നും പറഞ്ഞു തീരുമാനമാക്കി തരാമെന്ന്. എൻ.എം. വിജയനും പറഞ്ഞു, അല്ല സി.ടി. ചന്ദ്രനും പറഞ്ഞു. ഇത് എൻ്റെ ഒരു സംശയം കൂടി ചോദിച്ചാൽ ഞാനിത് അവസാനിപ്പിക്കാം. അതായത് DCCയിലെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ തട്ടിപ്പ് നടന്നതെന്നാണോ താങ്കൾ കരുതുന്നത്? അതല്ല ഈ പ്രാദേശിക നേതാക്കൾ മാത്രം ഉൾപ്പെട്ടൊരു അവർ പറഞ്ഞ് കൂടെ 3 പേരും പറയുന്നത് എനിക്ക് വിശ്വാസമുള്ളൂ. ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടും അവരെൻ്റെ കൂടെ ഈ 3 പേരും ട്രഷറർ, DCCയുടെ ട്രഷറർ പറയുന്നു, മണ്ഡലം പ്രസിഡന്റ് പറയുന്നു, ഞങ്ങളുടെ വാർഡ് മെമ്പർ പറയുന്നു. ഇത് മുഴുവൻ കോൺഗ്രസ്സിലല്ലാണ്ട് ഇവർ ഈ പാർട്ടിക്കാരും നടക്കാൻ പറ്റില്ല. ഇവരാരും ഈ ബാങ്കിൽ ആരുമല്ല. കറക്റ്റ്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 36 പേരുടെ ലിസ്റ്റാണ് താങ്കളെ കാണിച്ചതെന്ന് പറയുമ്പോൾ തന്നെ അതൊരു കൃത്യമായിട്ട് നടക്കുന്ന ഒരു രീതി ആയിരിക്കുമല്ലോ. അതല്ലെങ്കിൽ അത്ര ആത്മവിശ്വാസത്തോടെ പറയണമെന്നില്ല. ഒരു കാര്യം കൂടി, ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് അങ്ങയുടെ നീക്കം ഐസക്? ഇനി 8,40,000 തിരിച്ചു കിട്ടണം. ഈ പ്രേമനോ ചന്ദ്രനോ ആണെന്ന് തരേണ്ടത്. പാർട്ടി അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തുമില്ല. അതെന്താണെന്നുള്ള തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും. ഒന്നാമത്തെ രോഗാവസ്ഥയിലാണ്. കാല് വെരിക്കോസിൻ്റെ അസുഖമുണ്ട്. ഇപ്പോൾ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഹെർണിയൻ്റെ തൊട്ടൊരു ഓപ്പറേഷൻ കഴിഞ്ഞുള്ളൂ. ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എപ്പോഴെങ്കിലും ഈ ചന്ദ്രനുമായിട്ട് താങ്കൾ സംസാരിച്ചിരുന്നു? അപ്പോൾ ക്ഷമിക്കണം, ഈ വിജയനുമായിട്ട് താങ്കൾ സംസാരിച്ചിരുന്നു? വിജയൻ ഏകദേശം ഒരു 2-3 മാസത്തിന് ഉള്ളിൽ സംസാരിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ജോലി തരും, എന്തായാലും തരും, ഞങ്ങൾ നിങ്ങളെ ഒഴിവാക്കൂല, എന്തായാലും തരും എന്നാണ് അയാൾ. ഒരുപക്ഷെ വിജയനും ഇതിൽ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ശ്രീ ഐസക്? എൻ്റെ വിജയൻ അത് ഞാൻ പറയില്ല. അത് അവരുടെ എന്താണ് നീക്കം എന്നുള്ളത് അറിയില്ല. അവരെന്ത് കളിച്ചിട്ടാണ് കണ്ടിട്ടാണ് ചെയ്യണതെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു ശ്രീ ഐസക്. കാര്യങ്ങൾ വ്യക്തമായി താങ്കൾ പറഞ്ഞു. ഇനി അത് ബാക്കി അന്വേഷണ സംഘമാണ് പൂരിപ്പിച്ചെടുക്കേണ്ടത്. ഈ വിഷയത്തിലെ ദുരൂഹതകൾ പുറത്തു വരണം. താങ്കളുടെ പണം താങ്കൾക്ക് തിരിച്ചു കിട്ടണം. പണം വാങ്ങി താങ്കളെപ്പോലുള്ള പാവപ്പെട്ട കർഷകരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. താങ്കൾക്ക് ഇപ്പോഴും അസുഖമുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. താങ്ക് യു ശ്രീ ഐസക് താമരച്ചാലിൽ. ഞങ്ങൾ അടക്കം ഇതിന് പിന്നാലെയുണ്ട്. നമുക്ക് നോക്കാം. താങ്കളുടെ പണമെങ്കിലും താങ്കൾക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒറ്റ കാര്യം കൂടി, ശ്രീ ഐസക്, അങ്ങ് ഈ പണം കൊടുത്തതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ? ഞാൻ കൊടുത്തതിന് ആദ്യം സി.ടി. ചന്ദ്രൻ ആയിട്ട് മേടിച്ചിരിക്കുന്ന ഒരു 8 ലക്ഷം രൂപയുടെ തെളിവുണ്ട്. അതിൻ്റെ ഒരു ചെക്ക് ലീഫും തന്നിട്ടുണ്ട്, ഒരു എഗ്രിമെൻറ്റും തന്നിട്ടുണ്ട്. അത് മേടിക്കാനുള്ള കാരണം വെച്ചാൽ ആദ്യം ഇവർ രണ്ടാമത് DCC ഇവരെ തീരുമാനം എൻ.എം. വിജയൻ്റെ വീട്ടിൽ വെച്ച തീരുമാനം 5 ലക്ഷം കൂടി കൂടുതൽ കൊടുക്കാൻ ചോദിച്ചപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ 2-3 ലക്ഷം വാക്ക് മാറി, പ്രശ്നങ്ങൾ മാറി, തന്നില്ല, കിട്ടിയില്ല, ഞാൻ കൊടുത്തതിന് എനിക്കെന്ത് തെളിവുള്ള, എനിക്ക് കിട്ടാണ്ട് പറ്റില്ല, എങ്കിൽ മാത്രമേ ഞാൻ ഈ പൈസ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കൊടുത്തതിന് എൻ്റെ തന്നതിനുള്ള മാത്രം ഞാൻ എഗ്രിമെൻ്റ് എഴുതി ഞാൻ തരാമെന്ന് പറഞ്ഞു. അഗ്രിമെന്റിൽ ഇങ്ങനെ തന്നെയാണോ ബാങ്കിൽ ജോലി നൽകാം എന്ന് ഇല്ല അങ്ങനെ എഴുതി ഇല്ല, നിങ്ങളുടെ പൈസ മേടിച്ചു എന്നുള്ള തെളിവ് മാത്രം തരുള്ളൂ. കാരണം ഇത് വായ്പയായിട്ട് നന്നായിട്ട് എഴുതുള്ളൂ, അല്ലാണ്ട് അതിന് തെളിവുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ആരും എഴുതി കൊടുക്കൂല. ഞാനങ്ങനെ എനിക്കത് മനസ്സിലായി ഐസക്. താങ്ക് യു ഐസക്. നമുക്ക് എത്രയും പെട്ടെന്ന് താങ്കളുടെ പണം തിരിച്ചു കിട്ടട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. നമുക്കും നമ്മുടേതായ രീതിയിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു ശ്രീ ഐസക് താമരച്ചാലിൽ നമ്മളോടൊപ്പം ചേർന്നതിന്. ഇതാണ് യഥാർത്ഥത്തിൽ ഐസക്കിൻ്റെ കാര്യത്തിൽ അവിടെ സംഭവിച്ചത്. വയനാട്ടിൽ